തൃശൂർ അതിരപ്പള്ളി വീരാൻകുടി ഉന്നതിയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. മുതുകിൽ ആഴത്തിലുള്ള കടിയേറ്റു, തലയ്ക്കും പരിക്കേറ്റു. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലച്ചോറിന് ക്ഷതം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ളവ പരിശോധിക്കും. പുലർച്ചെ മാതാപിതാക്കളോടൊപ്പം കുട്ടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. മാതാപിതാക്കൾ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, രാവിലെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഒരു കുട്ടി വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ പുലി ആക്രമിക്കുന്ന സാഹചര്യം. സംസ്ഥാനത്തെ ഒരു വന്യജീവി ആക്രമണത്തിൻ്റെയൊക്കെ സ്ഥിതി ഏത് ലെവൽ വരെ എത്തി എന്ന് ആലോചിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ഈ കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെ പരിശോധനകളാണ് ഇനി നടത്തേണ്ടത്? എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ ഒരു സമഗ്ര ചിത്രം കൂടി ലെവിൻ. ലക്ഷ്മി, ഇന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന വിധത്തിലാണ് ഒരു വന്യജീവി സംഘർഷത്തിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം എന്നുള്ള നിലയിൽ ആതിരപ്പള്ളിയിൽ നിന്നും ഒരു വാർത്ത വരുന്നത്. ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിൽ മലയാറ്റൂർ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് കുടിൽ കെട്ടി താമസിച്ച ആദിവാസി ദമ്പതികളുടെ 4 വയസ്സുകാരനായ മകൻ രാഹുലിനാണ് പുലിയുടെ ആക്രമണത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ആക്രമണത്തിൽ കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:45 കൂടിയാണ് ബേബി രാധിക ദമ്പതികളുടെ വീട്ടിലേക്ക് ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ അടുത്തേക്ക് പുലി എത്തുന്നത്. പുലി എത്തിയത് ഈ ആളുകൾ മാതാപിതാക്കൾ അറിഞ്ഞത് കൊണ്ട് മാത്രം കുട്ടിയെ പുലി വലിച്ചെടുത്ത് കൊണ്ടുപോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ നഖം കൊണ്ട് കുട്ടിയുടെ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:45 കൂടി പുലി എത്തി കുട്ടിയെ വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ ഉണരുകയും ബഹളം വെക്കുകയും കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുലി ആക്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് പിന്മാറി പുലി കാട്ടിലേക്ക് തിരികെ മടങ്ങിയത്. ഏറെ നേരം ഭയപ്പെട്ടു പോയി കുടുംബം. പിന്നീട് മറ്റുള്ള ആളുകൾ കൂടി ഈ വിഷയം അറിഞ്ഞതോടുകൂടി എവിടേക്ക് എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചത്. നിസ്സാര പരിക്കുകൾ ആണ് കുട്ടിക്കുള്ളതെങ്കിലും നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. പുലിയുടെ നഖം കുട്ടിയുടെ തലയിൽ കൊണ്ട് മുറിവേറ്റിട്ടുമുണ്ട്. അണുബാധയടക്കം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലെ വീരാൻകുടി എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. ലക്ഷ്മി, തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. വീട്ടിനകത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിക്ക് നേരെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. ആ കുട്ടിക്ക്, ആ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.